വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആറ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. സിൻജോ ജോൺസൺ, അമീർ അക്ബർ അലി, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ശ്രീത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, കൂടുതൽ തെളിവെടുപ്പ് വേണം, പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി നടപടി, അല്ലേ? ഉമേഷ്, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച 6 പ്രതികളെയാണ് ഇത്തരത്തിൽ പോലീസ് ആവശ്യപ്പെട്ടത്. കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കോടതി, കൽപ്പറ്റയിലെ ജില്ലാ കോടതി ഈ പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട 6 പ്രതികളെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, ഫൗദ്, ആദിത്യൻ, കാശിനാഥ്, ഡാനിഷ് എന്നിവരാണ് പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതികളിൽ സിൻജോയും അതോടൊപ്പം 2 പേരെയും ഇതിനു മുമ്പ് തന്നെ ഈ കോളേജിൽ എത്തിച്ചും അതോടൊപ്പം ഹോസ്റ്റലിലും കുന്നിൻ മുകളിലും ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച കുന്നിൻ മുകളിലുമെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബെൽറ്റ് ഉൾപ്പെടെയുള്ള സിൻജോ ആയിരുന്നു ഈ ബെൽറ്റും അതോടൊപ്പം തന്നെ കേബിൾ വയറും എല്ലാം ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ സിൻജോയിൽ നിന്നും കൂടുതൽ തെളിവുകൾ കണ്ടെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനാലാണ് നിലവിൽ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഉമേഷ്, ശ്രീത്താണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. കസ്റ്റഡിയെടുക്കുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഒപ്പം അവരുടെ കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ കോടതി ശരിവെച്ചുകൊണ്ടാണ് ആറ് പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്.